നാലാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ നാലാം സെമസ്റ്റർ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ദിവസം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 19 മുതലാണ്. ജൂൺ 19 മുതൽ തുടങ്ങാൻ പോകുന്ന നിങ്ങളുടെ നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഇനി കേവലം ഒരു മാസവും കഷ്ടിച്ച് 2 ആഴ്ചയേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. പലപ്പോഴും ഈ പറയുന്ന വോയിസ് ഇത് പരീക്ഷയ്ക്ക് മുമ്പ് പറയണമെന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. 4, 5, 6 സെമസ്റ്റർ പരീക്ഷകൾ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ക്രൂഷ്യലായ ഒരു കാര്യമാണ്. ഇപ്പറഞ്ഞ 4, 5, 6 സെമസ്റ്റർ പരീക്ഷകളിൽ സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ വരുന്നത് 1-2 വർഷത്തിനുള്ളിലേക്കായിരിക്കും. അതായത് നിങ്ങളുടെ ഷെഡ്യൂൾഡ് ഡിഗ്രി ടൈം ഷെഡ്യൂളിന് അപ്പുറമായിരിക്കും പരീക്ഷകൾ ഉണ്ടാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി എന്ന 3 വർഷത്തിൻ്റെ ആ കോഴ്സ് കുറച്ചും കൂടി ലേറ്റ് ആവും. ഡിപ്പെൻസ് ഓൺ നിങ്ങൾ പരീക്ഷ എഴുതി ജയിക്കുന്നത് വരെ. അതുകൊണ്ട് 4, 5, 6 സെമസ്റ്റർ പരീക്ഷകൾ വരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഫസ്റ്റ് ചാൻസ് തന്നെ ജയിക്കാൻ നിങ്ങൾ നോക്കണം. കേവലം 1 മാസം 2 ആഴ്ച എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആ പഠിപ്പിനോടുള്ള ഒരു ആസക്തി കൂട്ടാനും ഉഴപ്പാതിരിക്കാനും വേണ്ടി പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് 1 മാസവും ഏകദേശം 1.5 മാസം ഉണ്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടിയില്ല, തോറ്റു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റീവാലുവേഷൻ, സ്ക്രൂട്ടനി ഇതിലേക്ക് കൊടുക്കാനും സപ്ലിമെൻ്ററി എക്സാമിന് കൊടുക്കുന്നതിന് പുറമെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുക. ഒരു തള്ളയിൽ മുന്തലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചധികം പൈസ ചിലവില്ലേ എന്ന്. നിങ്ങളുടെ വർഷത്തേക്കാളും ഉപകാരപ്രദമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. ചില സമയത്ത് ചിലപ്പോൾ സപ്ലിമെൻ്ററി എക്സാം നേരത്തെ വരും, അതിനുശേഷമായിരിക്കും റീവാലുവേഷൻ റിസൾട്ട് വരിക, സ്ക്രൂട്ടനി റിസൾട്ട് വരിക. എനിവേ നമുക്ക് ഓപ്ഷൻസ് കൂടുതലാകുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, 1 മാസവും 2 ആഴ്ചയെ നിങ്ങളുടെ 4ാം സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ളൂ. ഈ സെമസ്റ്റർ പരീക്ഷ മുതൽ നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടേതാവട്ടെ. എല്ലാവിധ വിശ്വാസം നൽകുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.